എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് രാവിലെ ലൈവ് വരാൻ സമയം കിട്ടിയില്ല. മിക്കവാറും ഇനി ഈ സമയങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു 10:30 ഒക്കെ ഉണ്ടാവും. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന രാഗം ചാരുകേശി എന്ന് പറയുന്ന രാഗമാണ്. ബാണചക്രത്തിലെ 26ാമത്തെ മേളകർത്ത രാഗമാണ് ചാരുകേശി. ചാരുകേശിയിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രാഗങ്ങളെ പരിചയപ്പെടുത്തുക, ആ രാഗങ്ങളിൽ സംഗീത സംവിധായകന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും കീർത്തനങ്ങളൊക്കെ എനിക്കറിയാൻ പാടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ലൈവിൻ്റെ പ്രഥമമായ ഉദ്ദേശം. ആരെയും പഠിപ്പിക്കാനോ ഒന്നുമല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഹായ് പറയൂ. ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഹായ് പറയൂ. ഞാൻ പറയുന്നത് കേൾക്കണുണ്ടോ? ടോണി ചന്ദ്രൻ, വെൽക്കം. ഞാൻ പറയുന്നത് കേൾക്കണുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുണ്ടെന്ന് പറയുമോ? ഓം ഒരാളെ വാച്ച് ചെയ്യണുള്ളൂ. അപ്പം ഈ ചാരുകേശി എന്ന് പറയുന്ന രാഗം ബാണചക്രത്തിലെ നമ്മുടെ 72 മേളകർത്ത രാഗ പദ്ധതിയിലെ എൻ്റെ മാഷ് വന്നിട്ടുണ്ട്, തുളസീധരൻ മുഖത്തല. അദ്ദേഹം എൻ്റെ മാഷിൻ്റെ പേരതാണ്. എൻ്റെ മാഷിന് പ്രണാമം. ഈ ഉള്ളവൻ്റെ ലൈവ് കാണാൻ മാഷെത്തിയിരിക്കും. വളരെ സന്തോഷം മാഷെ. ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കും മാഷിനെ കേട്ടോ. അപ്പോൾ 72 മേളകർത്ത രാഗ പദ്ധതിയിലെ പൂർവ്വമേളരാഗങ്ങൾ, ഉത്തരമേളരാഗങ്ങൾ, അങ്ങനെ 2 ഭാഗമുണ്ട്. പൂർവ്വമേളരാഗത്തിൽ 36 രാഗങ്ങളും ഉത്തരമേളരാഗത്തിൽ 36 രാഗങ്ങളും, അങ്ങനെ 2 കൂടി ചേർന്ന് 72 മേളകർത്ത രാഗ പദ്ധതിയാണ് സംഗീതത്തിലുള്ളത്. അതിൽ 6 രാഗങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ബാണചക്രം എന്ന് പറയുന്ന ചക്രമുണ്ട്. ആദ്യത്തെ ചക്രം ഇന്ദുചക്രം, രണ്ടാമത്തെ ചക്രം നേത്രചക്രം, മൂന്നാമത്തെ ചക്രം അഗ്നിചക്രം, നാലാമത്തെ ചക്രം വേദചക്രം, അഞ്ചാമത്തെ ചക്രം ബാണചക്രം. ഇങ്ങനെ ഓരോ ചക്രങ്ങളിലും 6 രാഗങ്ങൾ. വിജയമോഹൻ, നമസ്കാരം. ഈ ലൈവിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
എൻ്റെ അയർക്കുന്നം ജോയി മാഷോട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നെക്കൊണ്ട് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ എൻ്റെ ഗുരുനാഥനായ അയർക്കുന്നം ജോയി മാഷിനും ഈ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ 6 രാഗങ്ങളടങ്ങുന്ന ഓരോ ചക്രങ്ങളിൽ അതിൽ അഞ്ചാമത്തെ ചക്രമായ ബാണചക്രത്തിലാണ് ഈ ചാരുകേശി എന്ന് പറയുന്ന രാഗം വരുന്നത്. നമ്മൾ ഇതുവരെ കുറച്ച് രാഗങ്ങൾ അല്ലേ, 3-4 രാഗങ്ങളെ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുന്ന ചാരുകേശി എന്ന് പറയുന്ന രാഗമാണ്. 26ാമത്തെ രാഗമാണ് ചാരുകേശി. അതിൽ വരുന്നത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം. ഇതാണ് വരുന്നത്. അതിലെ സ്വരസ്ഥാനങ്ങൾ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഇതതിൻ്റെ പൊട്ടസ്വരങ്ങളാണ്, പ്ലെയിൻ നോട്ടാണ്. സരി ഗ മ പ ധ നി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഞാൻ ആ സ്വരങ്ങൾ ഗമകത്തിൽ പാടിയതാണ്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നതാണത്. സരി ഗ മ പ ധ നി സ ശുദ്ധദൈവതവും കൈശികി നിഷാദവും പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ. ചാരുകേശി രാഗത്തിൻ്റെ ഓപ്പോസിറ്റ് രാഗമാണ്. ഇതിൻ്റെ എതിർ രാഗമാണ് സുവർണാഗി. ആ രാഗം വരുന്നത് 8ാമത്തെ വസുചക്രമായ 47ാമത്തെ രാഗമാണ്. 47ാമത്തെ രാഗമാണ് സുവർണാഗി, ചാരുകേശിയിലെ എതിർ രാഗം. സരി ഗ മ പ ധ നി സ പ ധ നി സ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ.
ഒരു ചാരിക സാനിധ പമ മഗരി സ. ഈ രാഗത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാനിതിൽ 1-2 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണുമായെക്കുറിച്ചൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ CD ആയിട്ടുള്ളതാണ്. അയ്യപ്പൻ്റെ ഗാനം ആലപിച്ചിരിക്കുന്നത് KP മനോജ് പറവൂർ, പിന്നണി ഗായകനാണ് അദ്ദേഹമാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. തത്വരത്നങ്ങൾ 18 പടിയാക്കി എന്ന് പറഞ്ഞൊരു പാട്ടാണത്. പിന്നെ കീർത്തനമുണ്ട്. ഇതിൽ ഒരുപാട് കീർത്തനങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കീർത്തനമാണ് കൃപയ പാലയ ചൗരേ കൃപയ പാലയ ചൗരേ. ആ കീർത്തനം. പിന്നെ ത്യാഗരാജ സ്വാമികളുടെ ഒരു കീർത്തനമുണ്ട്. നോക്കട്ടെ. ആടമോടി ഗലധാരാമയ്യ എന്ന് പറയുന്ന ഒരു കീർത്തനം. ആടമോടി ഗലധാരാമയ്യ മാടലാടമോടി ഗലധാരാമയ്യ മാടലാടമോടി ഗലധാരാമയ്യ മാടലാടമോടി ഗലധാരാമയ്യ മാടലാടമോടി ഗലധാരാമയ്യ. തോടു നിടനീവേ തോടു നിടനീവേ എനൊച്ചുനു ഭക്തി തോടു നിടനീവേ. ഇങ്ങനെ തുടങ്ങുന്ന ത്യാഗരാജസ്വാമിയുടെ ഒരു കീർത്തനമുണ്ട്. നമ്മൾ ഈ രാഗങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ നമ്മളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു കീർത്തനമാണിത് ചാരികേശ്വരിയിലുള്ളത്. പിന്നെ കവിയ പാലേശ്വരി. പിന്നെ നമ്മുടെ ഏറ്റവും ഹിറ്റ് ഒരു സിനിമയുണ്ടല്ലോ സർഗം. സർഗത്തിൽ നമുക്ക് നല്ലൊരു പാട്ട് ദാസേട്ടനും യൂസഫലി കേച്ചേരി ബോംബെ രവിയിൽ ചേർന്നിട്ട് ഒരു പാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നും നമുക്ക് ഓർക്കാൻ കഴിയുന്നത്, എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ട്. കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം ഗുരുവായൂപ്പുരം ജനിമോക്ഷകരം ഗുരുവായൂപ്പുരം ജനിമോക്ഷകരം കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം മുനിജനവന്ദിത മുരഹരബാലം മുരളീലോലം മുകുരകപോലം മുരളീലോലം മുകുരകപോലം അനന്തശയാനം
അരവിന്ദ നയനം അനന്തശയാനം അരവിന്ദ നയനം വന്ദേ മധുസൂദനം കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം. അങ്ങനെ ഒരു കീർത്തനം ഉണ്ട് കേട്ടോ. പിന്നെ പൂജാബിംബം മിഴി തുറന്നു താനേ നട തുറന്നു. ആ പാട്ട് ഈ ചാരുകേശി രാഗത്തിലാണ്. പിന്നെ ചഞ്ചലിത ചഞ്ചലിത ചലിത ചലിത പാദം ചന്ദ്രചൂടപാദം യാത്രയായി വെയിലുളി നീളുമെൻ നിഴലിനെ കാത്തു നീ മനെ. ആ പാട്ടും ആയിരപ്പറയിൽ ആ പാട്ടും ഈ ചാരുകേശി രാഗത്തിലുള്ളതാണ്. പിന്നെ ഏറ്റവും ഹിറ്റായിട്ടൊരു ഗാനം, വളരെ പഴയതാണ്. അകലേ അകലേ നീലാകാശം. ആ ഗാനവും ചാരുകേശിനകത്തുള്ളതാണ്. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. ആ ഗാനവും ഈ ചാരുകേശിനകത്തുള്ളതാണ്. നീർപ്പളുങ്കുകൈ ചിതറി വീഴുമീ നിമിഷസാഗരം. അല്ലെ, ആ ഗാനവും ചാരുകേശിനകത്തുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റീൽ ചെയ്ത പാട്ടാണ്. ഞാൻ ജയഭാരതിയും കൂടെ അങ്ങനെ നസീർ സ്ഥാനത്തെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഞാനൊരു പാട്ട് പാടിയിരുന്നു. ആ പാട്ടും ഈ ചാരുകേശിലുള്ളതാണ്. മാവിൻ്റെ കൊമ്പിലിരുന്നൊരു മൈന പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുള്ള പാട്ട് ഓർക്കണില്ല. ആ പാട്ടും ഈ ചാരുകേശിനകത്ത്. നമുക്ക് ഒരു മാഷിനെ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാഷേ. ടി ജി പൊന്നമ്മ, വളരെ സന്തോഷം. ഈ ഇതിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നു. അനുലാൽ ചുംബനപ്പ് കൊണ്ട് മൂടി. ഈ പാട്ട് ചാരുകേശിയല്ലേ മാഷെ? അതെ, തീർച്ചയായിട്ടും ഞാനിന്നത് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ട് പാടുന്നുണ്ട് ഇവിടെ, മുഴുവനും പാടുന്നുണ്ട്. പിന്നെ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പറയുക. ഗിരീഷ് കുമാർ വാസുദേവ്, വളരെ സന്തോഷം വന്നതിൽ. ഞാൻ മാഷിനെ ആഡ് ചെയ്തിട്ട് മാഷിന് വരുന്നില്ല മാഷ്. ശരത്ത് കെ എസ് ചെറായി, വളരെ സന്തോഷം ശരത്തെ, നല്ലൊരു ദിവസം നേരുന്നു.
എന്താണോ ഇപ്പൊ നമ്മൾ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ പലരെയും ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആടാവുന്നില്ല അവരൊന്നും. അമ്മോ, വളരെ സന്തോഷം. നമ്മളിഞ്ഞ് മിക്കവാറും ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ. രാവിലെ ഇത്തിരി സമയക്കുറവുണ്ട് നമുക്ക്. രാവിലെ മഴയും കാറ്റും പിന്നെ അമ്പലത്തിലെ തിരക്കൊക്കെ കൂടി നമുക്ക് അതിന്റെ ഇടയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഈ സമയത്തൊക്കെ തന്നെയാവും. 10:30 മണിക്ക് വരുന്നുണ്ടെങ്കിൽ 10:30 മണിക്കായിരിക്കും മിക്കവാറും കേട്ടോ. ഗേയം ഹരിനാമധേയം. അതെ, നമ്മുടെ യൂസഫലി സാബിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു രചനയാണത്. അതും നല്ല ഗാനമാണ്. ഗേയം ഹരിനാമധേയം, നല്ല ഗാനമാണ്. അടുത്തത് ഇതേപോലെ തന്നെ നല്ലൊരു ഉത്സവപ്പിറ്റ് എന്ന് പറയുന്ന ചിത്രത്തില് ദേവരാജ മാഷും കവാര നാരായണ പണിക്കർ സാറും കൂടി ഉണ്ടാക്കിയ ഒരു അടിപൊളി സോങ് ഉണ്ട് കേട്ടോ. ഞാനത് റീൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആ പാട്ടൊന്ന് പാടാം. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി, കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി,
ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, പുലരി പിറക്കുന്നു വീണ്ടും. പുലരിത്തൂ മഞ്ഞുത്തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. നല്ലൊരു പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. ഓമനക്കുട്ടൻ. വളരെ സന്തോഷം ഓമനക്കുട്ട, നല്ലൊരു സുപ്രഭാതം നേരുന്നു. നമുക്കിതിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആഡ് ആവുന്നില്ല. ആരോ അതിൽ വന്നിട്ടുണ്ട്. ചിത്രം സ്പഷ്ടമാവുന്നില്ല. അമർനാഥ് MC, വളരെ സന്തോഷം മോനെ. പോയോ? മോർണിംഗ്, ഗുഡ് മോർണിംഗ് അമർനാഥേ. ഇനിയും നമുക്ക് ഈ രാഗത്തിലെ പാട്ടുകൾ പരിചയപ്പെടാറുണ്ട്. ആൻഡ്രൂസ് കെ, വളരെ സന്തോഷം. ആൻഡ്രൂസ് കെ, വളരെ സന്തോഷം. ഞാൻ താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണ് ആൻഡ്രൂസ്. വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ബാക്കി ഇതിലൊക്കെ പോയി. ഇതിൽ ആഡ് ചെയ്യാൻ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലുള്ളൊരു ഈ ചാരികേച്ചിനകത്തുള്ള ഒരു പാട്ടിന് നമ്മൾ നോക്കുകയാണ്. ശ്രീകുമാരൻ നമ്പി സാറും MK അർജുനൻ മാഷും കൂടി ചെയ്ത ഒരു നല്ലൊരു പാട്ടുണ്ട്. ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ പൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിന്റെ
തോളത്ത് ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിന്റെ തോളത്ത്. അനുലാൽ അതേ ചന്ദ്രക്കലമാനത്ത്. നല്ല ഗാനമാണ് കേട്ടോ. ഇന്നെന്റെ ഇണക്കിളിയക്കരേ ഇടനെഞ്ചു പൊട്ടി ഞാനക്കരേ പല തല്ലുമാറ്റിലേ അമ്പിളി എന്ന പോൽ ആത്മാവിലാമുഖം തെളിയുന്നു. എവിടെ എവിടെ നീ എവിടെ വിളി കേൾക്കൂ ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിന്റെ തോളത്ത്. ഈ കാട്ടുകടമ്പുകൾ പൂക്കുമ്പോൾ ഇലഞ്ഞികൾ പൂമാരി തൂകുമ്പോൾ ഒഴുകുന്ന തെന്നലിൽ പൂമണമെന്ന പോൽ ഓർമ്മയിൽ നിൻ ഗന്ധം ഉണരുന്നു. എവിടെ എവിടെ നീ എവിടെ വിളി കേൾക്കൂ ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിന്റെ തോളത്ത്. അതെ, ഏതോ കിളിനാദമൻ കരളിൽ. അതും ആ പാട്ട് ഞാൻ നോക്കിയിട്ടില്ല, ഏതാണാവോ. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അത്ര വലിയ പരിചയമില്ല ആ പാട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്ന രാഗം എന്ന് പറയുന്നത് ചാരുകേശി രാഗമാണ്. അത് 26ാമത്തെ മേളകർത്ത രാഗമാണ്. ആ രാഗത്തിലുള്ള പാട്ടുകളും ചില കീർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. സരിഗമപധനിസ സാനിധപമഗരിസ. അതാണ് ചാരുകേശ രാഗത്തിന്റെ. അതെ, ഹേ കൃഷ്ണ ഹേ മോഹന കൃഷ്ണ. അത് ചാരുകേശിയാണ്. അത് ചാരുകേശിയാണ്. ബിബി, സന്തോഷം. നല്ലൊരു സുപ്രഭാതം ബിബിക്ക് തരുന്നു. ബിബീഷ്, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന പടത്തിൽ ഒരു പാട്ടുണ്ട് കേട്ടോ, ചുംബനപ്പൂ കൊണ്ട് മൂടി എന്നുള്ള പാട്ട്. ബിബീഷ് ചെങ്കളം, ഹായ്, സുപ്രഭാതം. സുപ്രഭാതം അല്ല അല്ലെ, മണി 11 ആയി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം. ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം. ഉണ്മ തന്നുണ്മയാം കണ്ണുനീർ, ഉണ്മ തന്നുണ്മയാം കണ്ണുനീരനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ എന്തിനമ്പലങ്ങൾ? നെടുവീർപ്പും ഞാനിനി പൂമാലയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം. ഉണ്മ തന്നുണ്മയാം കണ്ണുനീർ, ഉണ്മ തന്നുണ്മയാം കണ്ണുനീരനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. മങ്ങിയ നിന്മനം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിഞ്ഞേക്കാം. അന്നോളം നീ എൻ്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം. ഉണ്മ തന്നുണ്മയാം കണ്ണുനീർ, ഉണ്മ തന്നുണ്മയാം കണ്ണുനീരനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടുമൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. നല്ലൊരു ഗാനം ഈ ബന്ധുക്കൾ ശത്രുക്കളിലെ ചാരികേശ രാഗത്തില് ഉണ്ട്. അതിന്റെ രചനയും സംഗീത സംവിധാനവും ശ്രീകുമാരൻ നമ്പി സാർ തന്നെയാണ്. ബിബീഷ് യാത്രയായി നമ്മളിവിടെ അത് പാടിയിട്ടോ, കൃപാസാഗർ നമ്മളതിൽ ഇവിടെ പാടിയുണ്ടായി. നമ്മുടെ മാഷിനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയുമില്ല. ഒരാളെ ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും വന്നത് കട്ട് ചെയ്ത് പോകുന്നു. ആരെങ്കിലും ഒന്ന് പറയണേ, എന്തായിരിക്കും ഇങ്ങനെ ലൈവ് വരുമ്പോൾ നമുക്ക്
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ആഡ് ചെയ്യാനായിട്ട്, ലൈവിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയണം കേട്ടോ. നിതിൻ സാഗർ, വളരെ സന്തോഷം നിതിനെ. ഹായ് നിതിൻ, ശബ്ദോടൊപ്പൊക്കെ മാറിയോ? കാണുന്നില്ലല്ലോ ആളെ. വിഭീഷണ കാണുന്നില്ലല്ലോ. ഇല്ല, എവിടെ ബിബീഷ്? പുരുഷോത്തമൻ നട്ടയോ ദാമോദരൻ, വളരെ സന്തോഷം. ബിബീഷിനെ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ലൈവിലുണ്ട്. എന്താണ് കാണാൻ എനിക്ക് ഭാഷനെ ഇപ്പൊ കാണാൻ എന്നെ കാണുന്നില്ലേ? ഇപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അത് പറ്റിയത് ഇവർക്കല്ലേ വല്ലതായിരിക്കും. ആരെങ്കിലും ഒന്ന് ലൈവിൽ കൊടുക്കാതിട്ട് രക്ഷയില്ല. ഞാൻ അയർക്കുന്നം ജോയ് മാഷിനെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. മാഷിനെ കാണുന്നില്ല. ആരെങ്കിലും എന്തൊക്കെയുണ്ട് ബിബീഷ് വിശേഷം? ഓ, നല്ല വിഷയമാണ്. ഈ പാട്ടൊന്നും ഇല്ല ഇപ്പൊ. പനി ചുമയൊക്കെ. അതെയാ, ആണോ? ശാരി വലിച്ചിടാൻ തീർന്നു, പാട്ടെല്ലാം തീർന്നു. അല്ല, ഞാൻ കുറച്ചേ നോക്കോളാം. അധികം ടൈം എടുക്കാൻ പറഞ്ഞത്. കുറച്ച് ടൈം എടുക്കും. കുറച്ച് പാടി നോക്കിയുള്ളൂ. പുലരിപ്പ് മഞ്ഞ തുള്ളി നോക്കി, കുമ്പനപ്പൂ നോക്കി, കൃഷ്ണകുമാരത്താരം നോക്കി, ചന്ദ്രക്കലമാനത്ത് നോക്കി, പിന്നെ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, അങ്ങനെ സ്വപ്നം തേജിച്ച ശാന്തി ലഭിക്കും. ആ പാട്ട് ഒക്കെ ഈ ചാരികേശിനകത്ത്. പൂജാബിംബം. ഒരാൾ കല്യാണി രാഗം പാടാമോ എന്ന് ചോദിച്ചു. അടിപൊളി. കല്യാണിയുടെ ആരോപണം അവരോപണമാണ് നമ്മളിപ്പോ പാടിയത്. സരേഗ മാപദനീസ സാനിദ പമഗരീസ. നമ്മുടെ മാഷിനെ ലൈവിൽ കിട്ടിയിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ മാഷിനെ ലൈവിൽ കൊണ്ടുവരാൻ പറ്റുന്നു. കല്യാണി രാഗത്തിലുള്ള വർണ്ണാണ്. പരിപാവനി പാഹി പാഹി പരമേശ്വരി ഗുണശാലിനി പതി പാവനി പാഹി പാഹി പരമേശ്വരി ഗുണശാലിനി വാസുദേവയനി വെടലിന ഏടോ പാരി പുനികലരി വാസുദേവയനി വെടലിന ഏടോ പാരി പുനികലരേ ശ്രീ വാസുദേവ. അടിപൊളി. എന്റെ തന്നെ കല്യാണിയിൽ ഒരു കീർത്തനമുണ്ട്.
അത് ഞാൻ പാടാം. ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ള ഒരു കീർത്തനമാണ് അത്. അതിനൊരു കീർത്തനം എന്നങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും അത് വളരെ ഒരുപാട് ആളുകൾ, അത് ഒട്ടുമുക്കാൽ ആളുകൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കീർത്തനം ഞാൻ പാടി കഴിഞ്ഞു. വല്ലഭ യദുനന്ദന മല്ലലോചന പാഹിമാ വല്ലഭ യദുനന്ദന മല്ലലോചന പാഹിമാ അല്ലനോട് പദ പല്ലവം പണിയും വല്ലിതാ കുസുമ ഭൃംഗനാഥ സുഖവല്ലഭ യദുനന്ദന മല്ലലോചന പാഹിമാ തപം ചെയ്യും കർമ്മകാന്ഡം പകലിരവായി ഗിരിശൃംഗം വിരൽ തുമ്പിൽ മെല്ലെയുയർത്തി തപം ചെയ്യും കർമ്മകാന്ഡം പകലിരവായി ഗിരിശൃംഗം വിരൽ തുമ്പിൽ മെല്ലെയുയർത്തി പയ്യോടോ മനിക്കും തനുവർണ്ണം കടമ്പായി പയ്യോടോ മനിക്കും തനുവർണ്ണം കടമ്പായി രാഗപ്പൂമഴ പെയ്യും മഞ്ജുളാങ്കൻ ഗോപാങ്കൻ നീരുമോടു സമനൻ ഹൃദയതാളമോടു ഗമനൻ സുഖതരാഗമോടു പ്രിയതൻ മുരളിഗാനമോടു ലോലൻ മരന്തമാകന്ത മുകുന്ദ മാധവ മേഘരാജുഗിതനേ കണ്ണിയാരുത്തമൻ കണ്ണിണയ്ക്കായി നല്ല കണ്ണാടി പൂങ്കവിളോൻ നെസിമിൽ ഗോപി പൊട്ടിടും പുരൽ കുണ്ടരൻ സലില വർഷകൻ വല്ലഭൻ യവനോ ഭിന്നൻ കൃഷ്ണ നീ വരൂ കൃഷ്ണ നീ വരൂ കൃഷ്ണ നീ വരൂ. ഇതിന്റെ ഒരു ചരണം കൂടിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ പാടിയുള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ എഴുതി ഇഷ്ടപ്പെടുത്തിയ ഗീതം. ഇതും ഒരുപാട് വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെയുണ്ട് കല്യാണി രാഗത്തിൽ ഞാൻ വീണ്ടും കല്യാണി രാഗം വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് കേട്ടോ. രാഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് ചിലപ്പോൾ കല്യാണി രാഗമായി. അതുകൊണ്ട് തന്നെ കല്യാണി രാഗത്തിന്റെ അനുഗ്രഹമായിരിക്കും. വേറൊരു ഗീതം സുന്ദര മനശക്തിയേ ഗുഗ ശ്രീധര ഭക്തിയേ ഗുഗ സുന്ദര മനശക്തിയേ ഗുഗ ശ്രീധര യുക്തമായവ ബുദ്ധിയെ ഗുണവേക്തമാകുകയീശ്വര ഭക്തിയേ ഗുഗ സുന്ദര മനശക്തിയേ ഗുഗ ശ്രീധര യുക്തമായവ ബുദ്ധിയിൽ ഗുണവേക്തമാകുകയീശ്വര. അങ്ങനെ ഒരു ചിത്രം കൂടിയുണ്ട്. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് കല്യാണി. ഞാൻ പഠിച്ചിരിക്കുന്ന ഒട്ടുമുക്കാൽ രാഗങ്ങളിലൊക്കെ ഞാൻ കീർത്തനം ചെയ്ത് വെച്ചിട്ടുണ്ട്, പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്, വളരെ ഹാർഡായിട്ടുള്ളതുണ്ട്.
കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പഠനകാലത്ത് എളുപ്പം കിട്ടാൻ രാഗങ്ങളിലും രാഗത്തിലും എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ട രാഗം എന്ന് പറയുന്നത് ചാരികേശിയാണ്. അപ്പൊ നമ്മുടെ നിതിൻ കുട്ടൻ അല്ലേ? നിതിൻ പോഞ്ഞ വളരെ കുഞ്ഞായിരിക്കും തുടങ്ങി ഞാൻ കാണുന്നതാണ്. ഇപ്പൊ വലിയ ആളായി വസന്മാനൊക്കെ ചോദിച്ചു കല്യാണി പാടൂന്ന് ചോദിച്ചാൽ നമ്മൾ കല്യാണിയിലേക്ക്. അപ്പൊ നമ്മളിന്ന് ഇവിടെ പരിചയപ്പെട്ട രാഗം എന്ന് പറയുന്നത് ചാരികേശ രാഗമാണ്. ചാരികേശ രാഗത്തിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടി. കുറച്ച് പേർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ലൈവിലെത്തി. വളരെ സന്തോഷം. എന്റെ മാഷിനെ ഞാൻ കൊണ്ടുവരാൻ പഠിച്ച് 18 കഴിച്ചു രക്ഷയില്ല. മാഷിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ മാഷിനെ ആടിയാൻ ശ്രമിച്ചു. കൊണ്ടുവരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൊറോണ കാലത്തൊക്കെ മാഷ് ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ലൈവില് ഒന്നിച്ച് ലൈവ് ചെയ്തിട്ട് പല സന്ദർഭങ്ങളിൽ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ആളാവുന്നില്ല. എന്തോ എനിക്കറിയില്ല. സരി ഗ സരി ഗ മ പ ധ നി സ ത നി ധ പ മ ഗ രി സ. നമ്മൾ തിരിച്ച് ചാരുകേശ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ആർക്കെങ്കിലും അതിൽ ചോദിക്കാനുണ്ടോ? നമ്മള് ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണോ? ഇന്നത്തെ രാഗപരിചയം അതിനുള്ള പാട്ടുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കുഞ്ഞു പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത രാഗവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ലളിതമായ നാമം നമസ്കാരം. പങ്കെടുത്ത എല്ലാവരോടും ലളിതമായ നന്ദി. തലവേദനകളൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവരോടും നന്ദി.